കേരളം കോൺഗ്രസ് മുക്തമാകണം എന്നത് ബി ജെ പിയുടെ വലിയ ലക്ഷ്യങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ചും ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ താൽപ്പര്യമാണ് അത്. കേരളത്തെ കോൺഗ്രസ് മുക്തമാക്കാൻ കോൺഗ്രസിനെ പോലെ ഇപ്പോൾ പരിശ്രമിക്കുന്ന വേറൊരു പാർട്ടിയില്ല എന്ന് നമുക്ക് കാണാം. അതിന് പരസ്പരം തർക്കിക്കാനുള്ള ശേഷി പോലുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോൺഗ്രസിലെ നേതാക്കൾ പരസ്പരം ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് നാം കാണുന്നത്. കെ സി വേണുഗോപാലിനെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം കെ കരുണാകരൻ്റെ, ആൻ്റണിയുടെ ഒക്കെ വീടുകളിൽ കയറി ഇറങ്ങുന്ന കാലം മുതൽ അറിയാം. കെ സുധാകരനെയും എത്രയോ കാലമായി അറിയാം. പക്ഷേ ഇന്ന് കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് കരയുന്നത് കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. മാധ്യമങ്ങൾ ആണ് കോൺഗ്രസിലെ പടലപിണക്കത്തിന് കാരണം എന്ന മട്ടിലാണ് വേണുഗോപാൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അങ്ങനെയല്ലല്ലോ. കെ സുധാകരൻ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹത്തിനെ മാറ്റുന്ന കാര്യം ദേശീയ നേതൃത്വം, കോൺഗ്രസിൽ ഹൈക്കമാൻഡ് എന്നാണ് പറയുക. അപ്പോൾ ഹൈക്കമാൻഡ് അദ്ദേഹത്തിനോട് മാറാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മാറാൻ ഒരുക്കമല്ല എന്ന് അദ്ദേഹം നിലപാടെടുക്കുന്നു എന്നാണ് അതിനർത്ഥം. അദ്ദേഹം മാറിയാൽ കെ പി സി സി പ്രസിഡൻ്റ് ആകാൻ നിൽക്കുന്നവരുടെ പേരുകൾ ഇപ്പോൾ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ആൻ്റണി, സണ്ണി ജോസഫ് തുടങ്ങിയ പേരുകൾ. കോൺഗ്രസിൽ നിന്ന് കുറേ ക്രിസ്ത്യാനികൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ട് തിരിച്ചു പിടിക്കണം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി, കഴിയുമെങ്കിൽ കത്തോലിക്കൻ തന്നെ കെ പി സി സി പ്രസിഡൻ്റ് ആകണം എന്ന മട്ടിലാണ് കോൺഗ്രസിലെ ഒരു ചേരി സംസാരിച്ച് പോരുന്നത്. മാത്രമല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഒരു ക്രിസ്ത്യാനി സ്ഥാനാർത്ഥിയാകണം എന്ന് ആവശ്യപ്പെടുന്ന ചേരിയും കോൺഗ്രസിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെയാണ് കെ സി ജോസഫ്, ഉമ്മൻചാണ്ടിയുടെ വലങ്കയും ഉമ്മൻചാണ്ടിയുടെ ഇംഗ്ലീഷുമായിരുന്ന കെ സി ജോസഫ് പറഞ്ഞിരിക്കുന്നത്, കോൺഗ്രസ് ഈ പോക്ക് പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പച്ച തൊടില്ല എന്ന്. ഈ ഘട്ടത്തിൽ പൊതുവെ മാധ്യമങ്ങളും പ്രേക്ഷകരും ഒന്നും ശ്രദ്ധിക്കാത്ത ഒരു സംഗതി പുതുപ്പള്ളിയിൽ നടന്നു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ അവിടെ ഉമ്മൻചാണ്ടിയുടെ സ്മാരകമായി ഒരു സൗജന്യ കായിക പരിശീലന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹം ക്ഷണിച്ചത് ഒരു ബി ജെ പി നേതാവിനെയാണ്. ബി ജെ പി നേതാവ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണനെ. സി പി രാധാകൃഷ്ണനെ ക്ഷണിച്ചതിൽ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഉമ്മൻചാണ്ടിയുടെ ആദ്യ വാർഷികത്തിന് മറ്റൊരു ഗവർണറെയാണ് ചാണ്ടി ഉമ്മൻ ക്ഷണിച്ചത്. അത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ആയിരുന്നു. അതായത് ചാണ്ടി ഉമ്മൻ ക്ഷണിക്കുന്നതൊക്കെ ബി ജെ പിയിലോ ആർ എസ് എസിലോ ഒക്കെ കാലൂന്നി നിൽക്കുന്ന ആളുകളെയാണ്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ജയിച്ചപ്പോൾ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നില പരിതാപകരമായിരുന്നു എന്ന് നമുക്കറിയാം. ബി ജെ പിയുടെ വോട്ട് ചാണ്ടി ഉമ്മന് പോയിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്നതാണ്. എന്തായാലും അനിൽ ആൻ്റണിയെ പോലെ തന്നെ ഒരു വളവ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചാണ്ടി ഉമ്മനും ഉണ്ടോ എന്ന് സംശയിക്കത്തക്ക വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതായത് സി പി രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണറെ ചാണ്ടി ഉമ്മൻ ക്ഷണിച്ചു കൊണ്ട് വന്നത് രാഷ്ട്രീയത്തിനപ്പുറമാണ് ഗവർണർ എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കോയമ്പത്തൂരിൽ ആർ എസ് എസ്കാരനായും ബി ജെ പിക്കാരനായും ജീവിച്ചയാളാണ് സി പി രാധാകൃഷ്ണൻ. മാത്രമല്ല, അദ്ദേഹം കേരളത്തിൽ ബി ജെ പിയുടെ പ്രഭാരിയും ആയിരുന്നു. ചാണ്ടി ഉമ്മൻ്റെ പ്രശ്നം, ചാണ്ടി ഉമ്മനെ ഒരു ഗ്രൂപ്പും കോൺഗ്രസിൽ അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. എ ഗ്രൂപ്പിലും ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ഇല്ല.
എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പഴയ ഉമ്മൻചാണ്ടി ഗ്രൂപ്പിലും ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഇല്ല. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ കൊണ്ടു നടക്കുന്നത് സമാന്തരമായിട്ടാണ് എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. നല്ല കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമാണ് എന്ന് CP രാധാകൃഷ്ണൻ പുതുപ്പള്ളിയിലെ ചടങ്ങിൽ പറയുകയും ചെയ്തു. നല്ല കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമാണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ശശി തരൂർ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ സോണിയാഗാന്ധി വിലക്കിയിട്ടും ശശി തരൂർ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ മോദിയെ വരവേറ്റുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നത്. ശശി തരൂരിന് കൈകൊടുത്ത മോദി അവിടെ പറയുകയും ചെയ്തു, ശശി തരൂരിൻ്റെ അവിടുത്തെ സാന്നിധ്യം പലരുടെയും നെറ്റിച്ചുളിക്കും എന്ന്. കാരണം അവിടെ പ്രതിപക്ഷ നേതാവായ VD സതീശനെ പങ്കെടുക്കുന്നതിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് വിലക്കിയിരുന്നു. സതീശൻ പങ്കെടുക്കാതിരുന്നിട്ടും അവിടെ ചടങ്ങിൽ ശശി തരൂർ പങ്കെടുത്തു എന്നുള്ളത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. എത്രയോ കാലമായി ശശി തരൂർ മോദിയെയും BJPയെയും അനുകൂലിച്ച് സംസാരിക്കുന്നു. 2015 മുതൽ പഹൽഗാം ആക്രമണം വരെ ശശി തരൂർ മോദിയുടെ കൂടെയും BJPയുടെ കൂടെയും ഇടയ്ക്കിടയ്ക്ക് നിൽക്കാറുണ്ട്. മാത്രമല്ല, ഒരിക്കൽ കോൺഗ്രസ് യോഗത്തിൽ നടത്തിയ പ്രസംഗം മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തതിന് സോണിയാഗാന്ധി ആ യോഗത്തിൽ വെച്ച് തന്നെ ശശി തരൂരിനെ ശാസിച്ചിട്ടുമുണ്ട്. ശശി തരൂരാകട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ടൂറിനിലെ ശവക്കച്ചയാണ് സോണിയാഗാന്ധി എന്ന് പറഞ്ഞിട്ടുമുണ്ട്. മറ്റാരെങ്കിലുമൊക്കെ മറന്നാലും അത് സോണിയാഗാന്ധി മറക്കുകയില്ല. അതായത് ഹൈക്കമാൻഡിനെ ശവക്കച്ച എന്ന് വിശേഷിപ്പിച്ചിട്ടാണ് ശശി തരൂർ നിൽക്കുന്നത്. ഇങ്ങനെ ഈ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നിൽക്കുന്നത്. അതിനൊരു ആഭ്യന്തര യുദ്ധം അഭിമുഖീകരിക്കാൻ ഇപ്പോൾ ശേഷിയില്ല. കരുണാകരൻ്റെ കാലത്തോ AK ആൻ്റണിയുടെ കാലത്തോ ഒക്കെ ഇത്തരം പോരുകൾ ആകാമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന പോരിൻ്റെ പരിണതഫലം എന്തായിരിക്കും? സംശയമില്ല, കേരളം വളരെ വേഗം കോൺഗ്രസ് മുക്തമാകും. BJP പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ കോൺഗ്രസിനെ ലിക്വിഡേറ്റ് ചെയ്ത് BJPക്ക് വഴിയൊരുക്കും. അതാണ് ഇപ്പോൾ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.